ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലെത്തിയിരിക്കുന്നത്. ഇന്നത്തെ കഥയുടെ പേര് പറയുന്നതിന് മുൻപായി നമുക്ക് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയാലോ? എല്ലാവരും സൂക്ഷിച്ചൊന്ന് നോക്കിയേ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു കളിസ്ഥലം, അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ മരം, ഒരു പൈപ്പ്. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കഥ ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും കഥയായിട്ട്? ഇല്ലെങ്കിൽ ഇതാ കഥ കേട്ടോളൂ. ഇന്നത്തെ കഥയുടെ പേരാണ് ബുദ്ധിമാനായ ബാലൻ. ഒരു ഗ്രാമത്തിൽ കൂട്ടുകാരായ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ അവരെല്ലാവരും അടുത്തുള്ള മൈതാനത്ത് കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതിലൊരു കുട്ടിയുടെ അച്ഛൻ അവനൊരു പുതിയ പന്ത് വാങ്ങിക്കൊടുത്തു. വലിയ സന്തോഷത്തോടു കൂടി പന്തുമായി അവർ കൂട്ടുകാരുടെ അരികിലെത്തി. വാ, നമുക്ക് ഇന്ന് പന്ത് കളിക്കാം. എനിക്ക് അച്ഛൻ ഇന്നൊരു പുതിയ പന്ത് വാങ്ങി തന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പന്ത് കളിക്കാൻ മൈതാനത്തെ പോയി. പന്തുമായി അവർ കളി ആരംഭിച്ചു. കളിയുടെ ഇടയിലെ പുതിയ പന്ത് മരപ്പൊത്തിൽ പോയി. കുട്ടികൾക്ക് ആകെ വിഷമമായി. അവർ പന്ത് എടുക്കാനായിട്ട് മരപ്പൊത്തിൻ്റെ അരികിൽ ചെന്നു. ആ മരത്തിലെ ഒരു വലിയ പൊത്തായിരുന്നു അത്. അവർക്കത് എടുക്കാൻ സാധിച്ചില്ല. കൂട്ടത്തിലുള്ള ഒരു കുട്ടി പറഞ്ഞു, നമുക്ക് കൈയിട്ട് നോക്കിയാലോ, പന്ത് കിട്ടുമോ എന്ന്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞു, അത് വേണ്ട, ഇതൊരു മരപ്പൊത്താണ്, ഇതിൽ പലതരം ജീവികളുണ്ടാവും, നമ്മളെ ഉപദ്രവിക്കും, അത് വേണ്ട കൂട്ടുകാരാ. നമുക്കിരുന്ന് ആലോചിക്കാം എങ്ങനെ ഈ പന്തെടുക്കാമെന്ന്. എല്ലാവരും പന്തെടുക്കുന്നതിനെക്കുറിച്ച് ആലോചനയായി. കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ഈ പന്തെടുക്കാൻ വേണ്ടി എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്. എന്താണത്? എല്ലാവരും ആകാംക്ഷയോടുകൂടി ചോദിച്ചു. നമുക്ക് മരപ്പൊത്തിൽ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയുമ്പോൾ പന്തും മുകളിലേക്ക് പൊങ്ങി വരും. അത് കൊള്ളാലോ. എങ്കിൽ വാ, നമുക്കെല്ലാവർക്കും ആ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കാം, മരപ്പൊത്തിൽ കൊണ്ട് ഒഴിക്കാം. അവരൊത്തുചേർന്ന് വെള്ളം ശേഖരിച്ച് മരപ്പൊത്ത് നിറച്ചു. മരപ്പൊത്തിൽ വെള്ളം നിറയുന്നതിനനുസരിച്ച് ബോൾ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വന്നു. എല്ലാവർക്കും സന്തോഷമായി. അവർക്ക് അവരുടെ ബോൾ തിരിച്ചു കിട്ടി. നന്ദി കൂട്ടുകാരാ. എല്ലാവരും കൂടി ബാലനെ നന്ദി പറഞ്ഞു. ഹായ് കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആപത്ത് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ആലോചിച്ച് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കണം. എങ്കിലേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. എന്തായി കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ശരി, അടുത്തൊരു കഥയുമായി പിന്നീട് കാണാം. ബൈ ബൈ.